ഹായ് ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പം എൻ്റെ DLED ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് എക്സാമും കഴിഞ്ഞ് കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും റിസൾട്ടോടെ വന്നാൽ മതി കേട്ടോ. അതുകൊണ്ട് എക്സാമിൻ്റെ കമ്മീഷൻ്റെ ഒക്കെ തിരക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബുക്ക് ഇരിക്കുന്നതെല്ലാം ആകെ മെസ്സിയാണ്. അപ്പോൾ ഇന്നലെ എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഒതുക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. ഞാൻ എന്താ ക്ലീൻ ചെയ്ത് പകുതി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയത് കേട്ടോ. ഇതാ ഇവിടെ ആയിട്ടായിരുന്നു എൻ്റെ ബുക്സ് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കുറേയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ. കാരണം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെക്കും കേട്ടോ. സോ ഗൈസ്, നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേസ്റ്റാണ്, പുറത്ത് കളയാനുള്ളതാണ്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് എല്ലായിടത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, റൂമെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കമ്മീഷന് ഇതാ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ പേര് ഇതായിട്ട് പേപ്പറിൽ എഴുതിയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതാ ഞങ്ങളെല്ലാവരുടെ ഫോട്ടോസ് ഉണ്ട്. ഈ ബുക്ക് ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഇതെൻ്റെ 4 സെമ്മിലെയും കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് ഇതൊരു കവറിലാക്കി മാറ്റി വെച്ചേ. പിന്നെ ഇതൊക്കെ ഇതാ എൻ്റെ നോട്ട്ബുക്സ് ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ക്യാമ്പ് ഡയറിയാണ് കേട്ടോ. ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വായിക്കുമ്പോൾ ഓരോ ഓർമ്മകളാണ്. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ മൊത്തം ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ വിരൽപ്പാവകളാട്ടോ. ഇതൊക്കെ എൻ്റെ ഏട്ടൻ വരച്ച് തന്നെയാണ്. ഞാൻ കാണിച്ചാൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഇതൊക്കെ വേസ്റ്റ് ചെയ്യുന്നുണ്ടാക്കിയാണ് കേട്ടോ. പിന്നെ അതായത് ഈ ഒരു ഡ്രോയിങ് ബുക്ക് ഫുള്ള് എൻ്റെ ഏട്ടൻ്റെ ഇഷ്ടപ്പാടാണ് കേട്ടോ. ഇതിലെ ചിത്രങ്ങളെല്ലാം എൻ്റെ ഏട്ടനാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ സെക്കൻഡ് സെമ്മിൽ കലാപ്രവർത്തി പഠനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബുക്ക് വന്നിട്ട് ഫുള്ള് പല ടൈപ്സ് ഡ്രോയിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ ചേട്ടൻ ചെയ്ത് തന്നെയാണ്. ഈ ബുക്ക് ഞാൻ കളയത്തില്ല കേട്ടോ. ഇത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇത് രേഖാചിത്രമാണ്. നമ്മൾ പേനയും കൊണ്ട് ഇങ്ങനെ കുത്തി വരച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആൾ നിസ്സാര സമയം കൊണ്ട് ചെയ്തതാണ് ഇതൊക്കെ. ഇത് ജ്യാമിതീയ ചിത്രങ്ങളാണ്. എനിക്ക് ഈ ബുക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഇതാണ് കേട്ടോ. ഇത് മണൽ ചിത്രമാണ്. ഇത് വന്നിട്ട് സവാള കൊണ്ട് ചെയ്ത വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ്. പിന്നെ ഇതെല്ലാം സ്കൂളിൽ പല സബ്ജക്ട്സ് പഠിപ്പിക്കാൻ യൂസ് ചെയ്ത പഠന സാമഗ്രികളാണ് കേട്ടോ. സത്യം പറഞ്ഞ ഈ കോഴ്സിന് വന്നതിന് ശേഷമാണ് പഠനോപകരണങ്ങളുടെ ഇമ്പോർട്ടൻസും അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കുട്ടികളിൽ കണ്ടൻസ് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ എനിക്ക് മനസ്സിലായത് കേട്ടോ. ടീച്ചിങ് നിങ്ങൾക്ക് പാഷൻ ആണെങ്കിൽ ഒട്ടും തന്നെ സമയം കളയാതെ +2 കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്താണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കലപ്പയാണ്. പിന്നെ ഈ കാണുന്നത് എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇത് മൊത്തം ടീച്ചിങ് മാനുവൽ ആൻഡ് പെഡഗോഗിയാണ്. എഴുതി തഴമ്പ് വന്ന എൻ്റെ കൈകളെ ഞാൻ നിമിഷം സ്മരിക്കുന്നു. പിന്നെ ഇത് മൊത്തം ഞാൻ 2 വർഷം എഴുതിയ പേനകളാണ് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലെന്ന്. ഇത് കല്യാണത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത ഡയറി മിൽക്കിൻ്റെ കവറുകളാണ്. ഇത് മൊത്തം എന്തോ പ്രാചീന പുറത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വേറെ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കവറൊന്നും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല കേട്ടോ. പിന്നെ ചില സ്പെഷ്യൽ ഒക്കേഷൻസിന് തന്നെ കിറ്റ്കാറ്റിൻ്റെ ഉണ്ട്. ഇതെല്ലാം എൻ്റെ കുഞ്ഞു മക്കൾ എന്ന സ്വീറ്റ് മെമ്മറീസാണ് കേട്ടോ. എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്.